നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബെല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി കൂടുതലും മൺസൂൺ സ്പെഷ്യൽ അല്ലെങ്കിൽ നമ്മുടെ സീസൺസ് സാരികളാണ്. കുറച്ചേ ഉള്ളൂ, കൂടുതൽ വിശദീകരണം പറയാതെ കാണിക്കാം. തൊണ്ടയിൽ കിച്ച് കിച്ച് വരുന്നു. ഇത് കണ്ടോ, നമുക്ക് ഡെയിലി യൂസിന് പറ്റുന്ന നല്ല ഷിഫോൺ സാരിയാണ്. ഇത് കണ്ടോ, മുകളിലത്തെ ബോർഡർ ഇങ്ങനെ വരും. നല്ല ശരീരത്തോട് നല്ല ഒട്ടിക്കിടക്കും. അതിൻ്റെ സ്റ്റഫ് ഒരു നല്ലതാണ്. നമ്മുടെ ഇപ്പോൾ ജോർജറ്റിൻ്റെ ക്രേപ്പ് ജോർജറ്റിൻ്റെ സ്റ്റഫ് പോലെ കിടക്കും. ഇതാണ് എൻ്റെ ട്രാൻസ്പെറൻസിയും കാര്യങ്ങളും. താഴത്തെ ബോർഡറിന് ഒരു ഇച്ചിരി കൂടി വീതിയുണ്ട്. ഇതുണ്ടോ, കാണിക്കുന്നുണ്ടോ? ഞാനിതുകൊണ്ടോ എന്ന് ഇവിടെ കിടന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ ഒരു സാരി. ബ്ലൗസ് ഉണ്ട്. ഇതാണ് അതിൻ്റെ ബ്ലൗസേ. മുന്താണിയും കൂടെ കാണിച്ചു തരാം. മുന്താണി ഒരു വലിയ ഡിസൈൻ. ആ ബോർഡറിൽ താഴത്തെ ബോർഡറിൽ വരുന്ന ഡിസൈൻ ഇല്ലേ, അത് സെയിം. ഇതാണ് ശരിക്കും സാരി. കണ്ടോ, ഇത് വരും മുന്താണി. അതിൻ്റെ ഒരു സ്റ്റഫ് കണ്ടോ നിങ്ങൾ? ഈ ശരീരത്തോട് ഒട്ടിക്കിടക്കുന്ന രീതിക്ക് കിടക്കുന്നുണ്ടോ? നല്ല നല്ല രസമാണ്, നല്ല സുഖമാണ്. വണ്ണം ഉള്ളവർക്കും വണ്ണം ഇല്ലാത്തവർക്കും എല്ലാം നല്ലതാണ്. ഇത് കണ്ടോ, എനിക്കും നല്ലൊരു വൃത്തിയുണ്ട്. ആ സ്റ്റഫ്, ആ വീവിങ്, ഇങ്ങനെ ഒരു ലൈൻസ് പോലുള്ള ഒരു വീവിങ്ങും എല്ലാം കൂടി സിമ്പിളായിട്ടുള്ള സാരി. അതിൻ്റെ കളേഴ്സ് കാണിച്ചു തരാവേ. അടുത്തത് ഇത്. ആ താഴത്തെ കളറ് മാത്രമല്ല, മുകളിലത്തെ കളർ മാറുന്നുണ്ട്. താഴത്തെ കളറ് മാത്രമല്ല, കണ്ടോ, വയലറ്റ്. ഇവിടെ വരുമ്പം വയലറ്റ്. ഇരിക്കും സാരി. നല്ല ഭംഗിയാണേ. നല്ലൊരു ലുക്കുണ്ട് സാരിക്ക്. പിന്നെ ഇത്രയ്ക്കുള്ള വിലയല്ലേ ഉള്ളൂ, നമുക്ക് എങ്ങനെ വേണേലും ഉപയോഗിക്കാം. പിന്നെ മഴ നനഞ്ഞാലൊന്നും പ്രശ്നമില്ല. അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ. ഇത്ര അകലെ പോയിന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ ദൂരെ ഒരു പൊട്ട് പോലെ കാണുള്ളൂ. ഇത് ബ്ലൗസ്, വയലറ്റ് ബ്ലൗസ്. ആ ബ്ലൗസും ഒരു മുന്താണിയുടെ ഡിസൈനും എല്ലാം കൂടെ കൂട്ടി വരുമ്പോൾ നല്ലൊരു ഭംഗിയാണ്. അത് അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഒരു ബ്യൂട്ടി മനസ്സിലാവും. എന്ത് മനസ്സിലാകും? പറയത്തില്ലേ? അവർ പറഞ്ഞാൽ എനിക്ക് കേൾക്കത്തില്ലല്ലോ. നിങ്ങൾ പറഞ്ഞാലേ എനിക്ക് കേൾക്കത്തുള്ളൂ. ഓരോ പരിപാടിയല്ലേ. എന്നാൽ ഇത് നല്ല ഭംഗിയുണ്ട് കേട്ടോ. നിങ്ങൾ ഇതിൻ്റെ ബോഡിയിലത്തെ ഡിസൈനൊക്കെ ഒന്ന് നോക്കിയാൽ ഒരു നല്ലൊരു കോമ്പിനേഷൻ അല്ലേ. ഇങ്ങനെ ആ ഒരു ഇവത്തെ കൂടെ ഒരു ഡിസൈൻ പോകുന്നുണ്ട്, ഒരു സെൽഫ് ഡിസൈൻ. അത് ഒറ്റ നോട്ടത്തിൽ കാണാം കേട്ടോ. കാണത്തില്ലേ? ഒറ്റ നോട്ടത്തിൽ കാണാവേ. ഇതിപ്പോൾ ഡാർക്ക് മെറൂൺ, താഴേക്ക് വന്നിട്ട് ഡാർക്ക് മെറൂൺ, നല്ല ടീൽ ബ്ലൂവിൻ്റെ ഒരു ഷെയ്ഡ്. നല്ല സാരി കേട്ടോ, 100% നല്ല സാരിയാണ്. നിങ്ങളാരും ഇത് കിട്ടിക്കഴിയുമ്പോൾ എന്നെ കുറ്റം പറയത്തില്ല. ഞാൻ അങ്ങനെ പറയത്തേ ഇല്ല. കാരണം മനുഷ്യൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ എൻ്റെ ഉണ്ടോ, ഞാൻ ഡെയിലി കുറ്റം കേൾക്കുന്നുണ്ടെന്നുള്ള രീതിക്കാണ് ഇപ്പം ഞാൻ പറയുന്നത്. ഞാനിതൊന്നും അറിയുന്ന പോലുമില്ല. ഞാൻ ഈ വീഡിയോ പറയുന്നില്ല. ഇത് മുന്താണി, ഇത് ബ്ലൗസ്. ഇത് കണ്ടോ, നല്ല സ്റ്റഫാണ്. എനിക്കതാണ് ഇഷ്ടപ്പെട്ടത്. അതിൻ്റെ ആ വീവിങ്, ഇങ്ങനെ ഒരു വരെയുള്ള വീവിങ്, നല്ല വില കൂടിയ സാരിയുടെ ഒരു ഫീൽ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഉണ്ട് കേട്ടോ, തോന്നുന്നതല്ല, എനിക്കുണ്ട്. ഞാനിപ്പോൾ ഈ പറഞ്ഞ പോലെ നിമിഷ നേരങ്ങൾ കൊണ്ടല്ല ഈ പരിപാടി നോക്കുകയും കാണുകയും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് തോന്നുന്നത് എന്നൊരു വാക്ക് അതിനകത്ത് വന്നത്. പക്ഷെ നല്ലൊരു സാരിയാണ്, നല്ല ബോഡിക്ക് നല്ല. അതാണ് എൻ്റെ ഏറ്റവും വലിയ ഇഷ്ടപ്പെട്ട കാര്യം. കണ്ടോ, അപ്പം ഇതിന് വരുമ്പോൾ ഗ്രീനാണ് വരുന്നത്. ഇവിടെയും ഗ്രീൻ, താഴെയും ഗ്രീൻ, ബ്ലൗസും ഗ്രീൻ, മുന്താണിയും ഗ്രീൻ. ഇത് മുന്താണി കണ്ടോ. ഇനി നമ്മുടെ ചുങ്കുടി പ്രിൻ്റ് വരുന്ന നല്ല കോട്ടൺ സാരി കാണിച്ചു തരാം കേട്ടോ. രസമാണെന്നറിയോ ഞാൻ പറഞ്ഞിട്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. ഇത് ഇഷ്ടപ്പെടാത്ത ഒരു മനുഷ്യർ കാണത്തില്ല. അത്ര മനോഹരമായിരിക്കും കേട്ടോ. നല്ല ക്ലാസ് സാരി. ഇത് ബ്ലൗസ് സെപ്പറേറ്റ് ആണ്, ഞങ്ങൾ സെപ്പറേറ്റ് ചെയ്യുന്നതല്ല, ബ്ലൗസ് സെപ്പറേറ്റ് ആണ് കേട്ടോ. സാരി കണ്ടോ, ചുങ്കിടി സാരി എന്ന് പറഞ്ഞാൽ ഇതാണ് കോട്ടൺ. കണ്ടോ, ഇതാണ് താഴത്തെ ബോർഡർ. ഇത് ഉടുക്കുമ്പോൾ എന്നാ ഭംഗിയായിരിക്കുന്ന ഒരു പ്രത്യേക അഴകാണ് ചുങ്കിടിയുടെ. ഇങ്ങനത്തെ ഡാർക്ക് ഡിസൈൻ വന്നിട്ട് അത് ഉടുക്കുമ്പോൾ ഒത്തിരി മെറ്റീരിയലിനകത്ത് ഇത് ഇറങ്ങുന്നുണ്ട്. ക്രേപ്പിനകത്ത് ഇറങ്ങുന്നുണ്ട്, ക്രേപ്പ് ജോർജറ്റിനകത്ത് ഇറങ്ങുന്നുണ്ട്, ചന്തേരിക്കകത്ത് ഇറങ്ങുന്നുണ്ട്. ഇതിപ്പോൾ കോട്ടൺ ആണ്. അതിൻ്റേതായ ഒരു ഭംഗി അതിനുണ്ട് താനും. നല്ല സ്റ്റഫ്. ആ ഒരു താഴത്തെ ബോർഡർ നമ്മുടെ ഇതുപോലെ ടൈ ആൻഡ് ഡൈ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡൈ ഞാൻ നടക്കുന്നതിന്. ടൈ ആൻഡ് ഡൈ അല്ലേ? അതെ.
അല്ല ഇങ്ങനെ ഇരിക്കും സാരി. മുന്താണി വന്നിട്ട് ഇങ്ങനെ. എല്ലാവരും ഞാൻ പറയട്ടെ, ഇങ്ങനത്തെ ഒരു സാരി ഞാനാണെങ്കിൽ സാരി ഉടുക്കുന്നുണ്ടായിരുന്നെങ്കിൽ ശേഖരത്തിൽ ഇങ്ങനെയൊക്കെ ഒരു സാരി ഉണ്ടെങ്കിൽ നല്ല. അയ്യോ ബ്ലൗസ് പോയി. ബ്ലൗസ് എടുത്തുക, ബ്ലൗസ് താഴോട്ട് തെറിച്ചു പോയി. ഇത് കണ്ടോ, ഇങ്ങനെ വരും മുന്താണിയെ, ബോഡി ഇങ്ങനെ. അടിപൊളിയല്ലേ, നല്ല രസമല്ലേ. ഇനി വന്നിട്ട് എന്നാണെന്നറിയോ, അതിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് ഈ ഒരു ഭാഗത്ത് ഈ ഒരു ബ്ലൗസ് വരും, എന്നിട്ട് കയ്യിൽ ഈ ഒരു ബോർഡർ. എന്നെ രസമൊന്നൊന്ന് ഓർത്ത് നോക്കിയേ, ഭയങ്കര രസമാണ്. നമ്മൾ സിമ്പിളായിട്ട് സിമ്പിൾ സാരിയാണ്, പക്ഷെ നമുക്ക് നല്ലൊരു ക്ലാസ് ആയിട്ടുള്ള ലുക്കാണ്. അടിപൊളി സാരി. കോട്ടണുമാണ്, സോഫ്റ്റ് കോട്ടണാണ്, നല്ല സോഫ്റ്റ് കോട്ടണാണ്. സ്റ്റാർച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. പിന്നെ അതിൻ്റെ കളർ ചേഞ്ചസ് കാണിക്കാം. ഇതിൻ്റെ തന്നെ ഞാൻ ക്രേപ്പ് കാണിച്ചിട്ടുണ്ട്, ഒത്തിരി പേർക്ക് ഇഷ്ടമായിരുന്നു. ഒത്തിരി പേര് എന്നോട് പിന്നീടൊക്കെ ചോദിക്കുമായിരുന്നു. അതങ്ങനെ എപ്പോഴും വരത്തില്ലേ, എപ്പോഴും അങ്ങനെ സുലഭമായിട്ട് വരുന്ന ഒരു സാധനമല്ല അത്. ബ്ലൗസ് എന്തിയേ, ബ്ലൗസ് അതല്ലേ ബോഡി. ഇത് ഉണ്ടോ, അതിനും ഇതിപ്പോൾ ഇച്ചിരി ഒരു ഡാർക്ക് ഷെയ്ഡിലോട്ടല്ലേ വന്നേ, അതിന് അതിൻ്റേതായ ഒരു ഭംഗിയില്ലേ. മറ്റേത് ഇച്ചിരി കൂടെ ലൈറ്റ് എടുത്ത് നിൽക്കുന്ന, അതിന് അതിൻ്റെ ഒരു ഭംഗി. ഇതിപ്പം ഒനിയൻ്റെ ഒരു ഡാർക്ക് ഷെയ്ഡാണ്, അല്ലെങ്കിൽ പർപ്പിളിൻ്റെ ഒരു ഷെയ്ഡാണ്. പർപ്പിളെന്ന് പറയാൻ പറ്റത്തില്ല, എന്നാൽ ഒനിയനാണോ എന്ന് എനിക്ക് അങ്ങനെ കൃത്യമായിട്ട് പറയാൻ പറ്റുന്നില്ല. ഇത് ഏതായാലും നല്ല കളറാണ്. മുന്താണി എടുത്ത് ഇച്ചിരി നീണ്ടുപോയി. ഇതുണ്ടോ, ഇങ്ങനെ വരും മുന്താണി. എന്ന രസം നോക്ക്. എന്നിട്ട് ബ്ലൗസ് ദേ ഇത് വരും. ബ്ലൗസ് അങ്ങനെയല്ല, ഇങ്ങനെ. ഇവത്തേക്കൂടെ വേറൊരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, ഈ ബുട്ട ഇല്ലേ, ഇത്തേക്കൂടെ ഒരു ബുട്ട പോകുന്ന നിങ്ങൾ കണ്ടോ? ആ ബുട്ട പ്രിൻ്റ് അല്ല, അത് വീവിങ്ങാ. അതിൽ എല്ലാത്തിലും അതെ. ഈ ബുട്ട അത് ബ്ലൗസ് തിരിച്ചാണ് മടക്കി വെച്ചിരുന്നത്, പിന്നെ എങ്ങനെയാന്ന് പറ. ഇത് കണ്ടോ, ഇതാണ് കൈ ബ്ലൗസിൻ്റെ. ഇത്തേക്കൂടെ ഇങ്ങനെ ഒരു ബുട്ട പോകുന്നുണ്ട്. ആ ബുട്ട എന്ന് പറയുന്നത് വീവിങ്ങാണ്, വീവ് ചെയ്ത് വെച്ചിരിക്കുന്ന, പ്രിൻ്റ് എടുത്ത് വെച്ചിരിക്കുന്നതല്ല. ഇങ്ങനെ കൈ വരും. ആ മുന്താണിയുടെ സെയിം സാധനം ബ്ലൗസായിട്ട്. എന്നാ രസമാണ്, നല്ല രസമാണ് കേട്ടോ. ധൈര്യമായിട്ട് വാങ്ങിച്ചോ. ഞാനിങ്ങനെ എപ്പോഴും പറയുന്നില്ലല്ലോ ധൈര്യമായിട്ട് വാങ്ങിച്ചോളൂ, കാരണം നല്ലതാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഉണ്ടല്ലോ, ഡാർക്ക് ഡൈയിങ്, വേറെ ഒന്നും അല്ല, ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ആലോചിച്ച്, ഡാർക്ക് ഡൈയിങ് വരുമ്പോൾ കളർ ബ്ലീഡിങ് ഉണ്ടാവുമോ ഇല്ലയോ എന്ന് നോക്കണം. ഫസ്റ്റ് വാഷ് ഷാമ്പൂ വാഷോ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് പറ്റുമെങ്കിൽ ഡ്രൈ വാഷോ, അല്ലെങ്കിൽ കളർ കാർഡിൽ ഒന്ന് മുക്കി വെച്ചിട്ട് അത് ഉണക്കിയിട്ട് വീണ്ടും കഴുകാവുള്ളൂ. കൊണ്ടിട്ട് വേറെ തുണികളുടെ കൂടെ ഒന്നും കഴുകരുത്. ഇതെല്ലാം സാരി ഉപയോഗിക്കുന്നവർക്ക് ഇതൊക്കെ അറിയത്തില്ലാത്തവരാരുമില്ല. പിന്നെ മഴയത്ത് പോയി ഉപയോഗിച്ചുകൊണ്ട് പോയിട്ട് കളർ ഇളകിയാൽ ഞാൻ ഉത്തരവാദിയല്ല, കാരണം മഴയെ പറഞ്ഞയക്കുന്നത് നമ്മളല്ല. കാരണം ഇങ്ങനത്തെ എന്നുവെച്ചാൽ ഡാർക്ക് ഡൈയിങ് വരുമ്പോഴത്തേനുമേ അതിനെന്താണെങ്കിലും കുറച്ച് കളർ. അതുപോലെ പ്യുവർ കോട്ടണുമാണ്, പ്യുവർ കോട്ടൺ വരുമ്പോൾ ഉറപ്പായിട്ടും അത് കളർ ഇളകും. എന്താണ് വന്നിട്ട് ഇങ്ങനെ കണ്ടോ, എന്നാ രസം, നല്ല ഡാർക്ക് മെറൂൺ. ഇത് എന്നോടൊരു 10 പേരെങ്കിലും ചോദിക്കും. ഒറ്റ കളറിൻ്റെ കാര്യമാണ് പറഞ്ഞേ. 10 പേരൊന്നും ആയിരിക്കില്ലല്ലേ, അതിൽ കൂടുതൽ വരില്ലേ, 10 എടുത്തിനാ കുറച്ചേ. എന്നു ചോദിച്ചാൽ നല്ല രസം കേട്ടോ, പക്ഷെ ഇല്ല, സ്റ്റോക്കില്ല. ശരിക്കും പറഞ്ഞാൽ എനിക്കിപ്പോൾ ഇത് ഇത്രയും നൂർത്തൊക്കെ കണ്ടപ്പോൾ, ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കടയുടെ ഉദ്ഘാടനം പ്രമാണിച്ച് മനുഷ്യന് ശ്വാസം വിടാൻ പോലും നേരമില്ല. ഓട്ടത്തോട് പർച്ചേസ് ചെയ്ത് ഞാൻ മടുത്തു. ഏതൊക്കെ ദിക്ക്, ഏതൊക്കെ നാട്ടിൽ, ഏതൊക്കെ രാജ്യത്തൂടെ പോകുന്നുണ്ടെന്ന് ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. യാത്ര തന്നെ യാത്ര. അതിൻ്റെ ഇടയ്ക്ക് വീഡിയോയും കൂടി ഇടണ്ടേ. അപ്പം പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പണ്ടല്ല, എപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്. എല്ലാ സാധനവും നൂർത്ത് കണ്ടേ എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ. എനിക്കല്ലാതെ ഇങ്ങനെ കണ്ട് അത് കുറേ ഇട്ടേരെ, ഇത് കുറേ ഇട്ടേരെ, അങ്ങനെ എനിക്ക് പറ്റത്തില്ല. എനിക്കെല്ലാം നൂർത്ത് കാണും. ഒത്തിരി സമയം എടുക്കുള്ളായിരുന്നു. ഇപ്പോൾ പക്ഷേ ഇത് കാണും, നൂർത്ത് കാണും, പക്ഷെ നമ്മൾ ഒത്തിരി ഉണ്ട് ഇങ്ങനെ പർച്ചേസ് ചെയ്യുന്നതുകൊണ്ട് മെമ്മറിയിൽ നിന്ന് പോവും ഏതായിരുന്നെന്നുള്ളത്. എന്നിട്ട് എന്നാലും ഈ സ്ത്രീ സഹജമായിട്ടുള്ളൊരു സാധനം ഉണ്ടല്ലോ, ഇപ്പോഴും എനിക്കതാണേ. ഡ്രസ്സ് എടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഷോപ്പിലേക്ക് എടുക്കുന്ന നമ്മളിപ്പോൾ നമ്മുടേതായ ഒരു ഡ്രസ്സ് എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾക്കപ്പോൾ ഒരു ഇത് വീട്ടിൽ വന്നു കഴിയുമ്പോൾ പൊട്ടിച്ച് നോക്കൽ, വെച്ച് നോക്കൽ, അങ്ങനത്തെ ഒരു പരിപാടിയൊക്കെ ഉണ്ടല്ലോ പെണ്ണുങ്ങൾക്കെല്ലാം. എനിക്ക് എപ്പോഴും അങ്ങനെ കടയിലോട്ടുള്ളതാണേലും എനിക്കതെല്ലാം ഇരുന്ന് കാണാം. ഈ 12,000 കെട്ട് വന്ന് കിടക്കുന്നതിനകത്ത് അതെല്ലാം കൂടെ കാണിച്ച് നടക്കും. എനിക്കെന്നിട്ട് എന്തോ ഒരു കാര്യം നടക്കാത്തൊരു വിഷമോ, ഇതെല്ലാം ഒന്ന് കാണണമല്ലോ, നേരവും ഇല്ല.
ഇങ്ങനെയുള്ള വിചാരമാണ് നമ്മുടെ ബ്രാസോ സാരിയുടെ. ഇത് പക്ഷേ ഇതിൻ്റെ ആൾക്കാർ പറയുന്നത്, അതായത് ഇത് സപ്ലയർ പറയുന്നത് ഇത് ബ്രാസോ അല്ല, ഇത് ഷിഫോൺ മെറ്റീരിയലിൽ ബ്രാസോ പ്രിൻ്റ് വന്നിരിക്കുന്നതാണ്. പക്ഷേ എന്നെ മനസ്സിലാക്കിയിടത്തോളം ഇത് ബ്രാസോ തന്നെയാണ്. ഷിഫോൺ ആണെങ്കിൽ പ്രശ്നമൊന്നുമില്ല, നല്ലത് തന്നെ. അല്ല ബ്രാസോ അല്ലേ? അവർ പറഞ്ഞ് ഷിഫോണാണെന്നാണ് പറയുന്നത്. ഷിഫോണിലാണ് ബ്രാസോയുടെ പ്രിൻ്റ് വന്നേക്കുന്നേ ഉള്ളതെന്നാണ് പറഞ്ഞേക്കുന്നത്. എന്നാണെങ്കിലും അടിപൊളിയാണ്. ബ്രാസോ സാരി ഇഷ്ടമുള്ള ആയിരക്കണക്കിന് ആൾക്കാരുണ്ട്. ഇതുണ്ടോ? ഇപ്പോൾ വന്നിട്ട് ഒരു ലൈറ്റ് റോസ്, ഒരു ലൈറ്റ് പീച്ച്, പിന്നെ അറ്റത്തോട്ട് വരുമ്പോൾ ഡാർക്ക് വയലറ്റ്. എന്താണ് ഇതേ ഇങ്ങനെ, ബ്ലൗസ് ഇങ്ങനെ. ബ്രാസോ സാരിയെ പറ്റി ബ്ലൗസ് ഭയങ്കര രസമാണ് കേട്ടോ. കോപ്പറിൻ്റെ ആ ഒരു വീവിങ് പോയേക്കുന്നത്, വീവിങ് ആണെന്ന് ഓർക്കണേ. ഇങ്ങനെ പിന്നില്ലേ അതിൻ്റെ ട്രാൻസ്പെറൻസി ഞാൻ കാണിച്ചു തരാം. ഇതുണ്ടോ? ഇതാണ് കനം കുറവാണേ. ഇത്രയും കനം കുറവാണ്. സീത്രൂ ആണോ എന്ന് ചോദിച്ചാൽ സീത്രൂ ആണെന്ന് പറയാൻ പറ്റത്തില്ല. വൺ ഫ്ലെയർ ഇട്ടാലും സീത്രൂ എന്ന് പറയാൻ പറ്റത്തില്ല. താരതമ്യേന കനം കുറവ്, ബ്രാസോയ്ക്ക് കനം കുറവാണ്. നിങ്ങൾ ഉറപ്പായിട്ട് ഇത് സാരി ഫോൾ വെച്ചിട്ട് തന്നെ ഉടുക്കണം. സാരി ഫോൾ വെച്ചിട്ടേ ഉടുക്കാവുള്ളേ, അല്ലെങ്കിൽ അതുണ്ടല്ലോ തട്ടിക്കീറും കനം. കാരണം അതിൻ്റെ ഒരു വീവിങ് അങ്ങനെയാണ്. തട്ടിക്കീറുമെന്നല്ല, ഞാനങ്ങനെ ചാടിക്കയറി പറയുന്നതല്ല. എന്നാലെങ്കിലും സാരി ഫോൾ വെക്കട്ടെ ഓർത്ത് ഞാൻ പറയുന്നത്. പേടിപ്പിക്കുന്നു. അല്ല ശരിക്കും ഞാൻ പറയാം, സാരി ഫോൾ വെക്കിട്ട് കൊടുക്കണം കേട്ടോ. തട്ടിക്കീറുമായിട്ടൊന്നും പറയുന്നതല്ല. അതാണ് അതിൻ്റെ ഒരു ഭംഗി, ശരിക്കും ഭംഗി കിട്ടണമെങ്കിൽ. എന്താ ഒരു സാരി ഫോൾ വെക്കുന്ന ഇത്ര വലിയ പാടുള്ള കാര്യമൊന്നും അല്ലല്ലോ. ഉണ്ടോ? അടുത്ത ഡിസൈനേ ഇങ്ങനെ. ഇത് ഗ്രീനിൻ്റെ ഒരു ഷെയ്ഡ്. എനിക്ക് അതിനകത്ത് ഓരോ കളറും എനിക്ക് പറഞ്ഞു തരാൻ അറിയത്തില്ല. പല കളറിൻ്റെ മിക്സിങ്ങാണ്. നമ്മൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ. താഴത്തെ ബോർഡർ വരുമ്പോൾ ഇങ്ങനെ വരും, കണ്ടോ? താഴത്തെ ബോർഡറിന് ഇച്ചിരി കൂടെ വീതി കൂടുതലാണ്. ഇങ്ങനെ മുന്താണി കാണിച്ചു തരാം. ഇവരുടെ ഫോൾഡിങ് നിങ്ങൾക്ക് പണി ഉണ്ടാക്കുന്ന ഫോൾഡിങ് കേട്ടോ. ഇതാണ് മുന്താണി. നല്ല അല്ലേ, സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ പറ്റി കിടക്കുന്നു. ബ്ലൗസ് വന്നിട്ട് ഇതേ ഇങ്ങനെയാണ് ബ്ലൗസ്. ഫുള്ളിങ്ങനെ, എത്ര പ്രിൻ്റ് ഒന്നുമില്ല. ഒരു നല്ലൊരു വീവിങ് ആണ്. നല്ല അതിനൊരു ചെറിയ ആ ഗ്രീനിൻ്റെ ആ ഡാർക്ക് ഗ്രീനിൻ്റെ ഒരു സെറി പോലെ സൈഡിൽ പോയിട്ടുണ്ട്. അത് നല്ലൊരു ഭംഗിയാണ്. ഇതെല്ലാം ഒരേ ഡിസൈൻ അല്ലല്ലേ, പലതും പല ഡിസൈനല്ലേ. അതോ ഒരു കെട്ടിനകത്ത് അങ്ങനെയാണോ വരുന്നത് അല്ലേ? കണ്ടോ? ഇപ്പോൾ കാണിച്ചതിൻ്റെ വേറൊരു കളർ ഷെയ്ഡ് കണ്ടോ? ഇത് മുന്താണി വന്നിട്ട് ഇങ്ങനെ കണ്ടോ? ബ്ലൗസ് പ്ലെയിനേ. ഇതാണ് ബ്ലൗസ്. ഇതാദ്യം കാണിച്ചതല്ലേ? എന്നാൽ പിന്നെ അതൊന്നിച്ച് കാണിച്ചാൽ മതിയായിരുന്നു. ആദ്യം കാണിച്ചതിൻ്റെ വേറെ കളറ്, ഇങ്ങനത്തെ ലൈൻസ് പോലെ പോകുന്നതിൻ്റെ കണ്ടോ? വേറൊരു കളറ്. താഴത്തെ ബോർഡർ വരുമ്പോൾ ഇങ്ങനെ വീതിയുള്ള ബോർഡർ. മുകളിലത്തെ ബോർഡർ ഇത്രയും കണക്കിനുള്ള വീതിയേ ഉള്ളൂ. താഴത്തെ ബോർഡറിന് കണക്കിൽ കൂടുതൽ വീതി ഉണ്ടെന്നല്ല അതിനർത്ഥം. താഴത്തെ ബോർഡർ ഇച്ചിരി വീതി ഇരിക്കട്ടെ, അതാണ് അതിൻ്റെ ഒരു സ്റ്റൈല്. മുന്താണി വന്നിട്ട് ഇങ്ങനെ. ഇത് മുന്താണിയല്ല, ഇത് ബ്ലൗസ്. ഇത് മുന്താണി. ഇതിൻ്റെ നമ്പർ ഇട്ടിട്ടുണ്ട്. നമ്പർ കൂട്ടി സ്ക്രീൻഷോട്ട് എടുക്കാവുള്ളൂ കേട്ടോ. ചിലരെല്ലാം എഡിറ്റ് ചെയ്ത് ഇങ്ങനെ സൂം ചെയ്തൊക്കെയാണ് സ്ക്രീൻഷോട്ട് അയക്കുന്നതെന്ന് പറയും. അപ്പോൾ അങ്ങനെ ചെയ്യല്ലേ, നമ്പർ കൂട്ടിയേ സ്ക്രീൻഷോട്ട് എടുക്കാവുള്ളൂ. കാരണം ഇതിൻ്റെ ഒന്നും കളർ വ്യത്യാസം പോലും നമുക്ക് ഒറ്റ നോട്ടത്തേക്ക് അറിയത്തില്ല. വേറൊരു ഷെയ്ഡ്, ഒരു ലെമൺ ഗ്രീനും ഒക്കെ കൂടിയ ഒരു ഷെയ്ഡ്. എല്ലാം നല്ല കളറുകളാണ്. എന്താണ് ഇങ്ങനെ ഉണ്ടോ? ഇങ്ങനെ വരും സാരി. താഴത്തെ ബോർഡർ വീതിയുള്ള താഴത്തെ ബോർഡറും. ഇത് യെല്ലോ വിത്ത് മെറൂൺ.
എന്താണ് ഇങ്ങനെ ഡാർക്ക് മെറൂൺ. ബ്ലൗസ് അത് തന്നെ വേറെ ഡിസൈൻ. ഇതാണ് അതിൻ്റെ ബ്ലൗസ്. എന്നാ പറ്റി കാണിച്ചില്ല? എല്ലാത്തിനും ഒരേ മുന്താണിയല്ലേ, അപ്പം കളർ വ്യത്യാസം മാത്രമല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ സ്പീഡിൽ കാണിച്ച്. ഇനി ഒരേ ഒരു സാരി, ഒറ്റ സാരി, ഒരേ മോഡൽ, നമ്മുടെ ജോർജറ്റ് ഡെയിലി വെയർ സാരി അല്ലെങ്കിൽ ഷിഫോൺ സാരി, ഇങ്ങനത്തെ സാരികൾക്ക് ഒത്തിരി ആവശ്യക്കാരാണ് ബ്ലാക്കിൽ ഈ ഒരു ഡിസൈനുള്ളത്. പക്ഷേ ഇതിപ്പോൾ പ്രാവശ്യം വന്നപ്പോഴും അധികം സ്റ്റോക്കൊന്നും വന്നിട്ടില്ല. എന്തോരം പേരാണോ ആരൊക്കെയോ പറഞ്ഞിട്ടുണ്ട് ഇതിനി വരുമ്പോൾ അറിയിക്കണേ, ഇപ്പോൾ എനിക്ക് മെസ്സേജ് ഉണ്ടേന്ന്. അങ്ങനെ മെസ്സേജ് ഇടാമെന്ന് അന്നേരം പറഞ്ഞ് കാണുമായിരിക്കാം, ഞാനല്ല, എൻ്റെ സ്റ്റാഫ്. എന്നാന്ന് വെച്ചാൽ നമ്മൾ ഓരോരുത്തരുടെ നമ്പർ സേവ് ചെയ്യുന്നില്ലോ, അപ്പോൾ അത് ഒന്നാമത് ഓർത്തിരിക്കത്തില്ല. ആരൊക്കെയോ പറഞ്ഞിട്ടുണ്ടെന്ന് നമുക്കറിയാം, അതുകൊണ്ടാണ് പേഴ്സണൽ മെസ്സേജ് അയക്കാത്ത. നിങ്ങൾ വീഡിയോ കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. നമ്പർ സേവ് ചെയ്യാത്തതുകൊണ്ട് അത് ആരാ നിങ്ങൾക്ക് ഡെയിലി എത്രയോ മെസ്സേജ് വന്നുകൊണ്ടിരിക്കുന്നതല്ലേ, അതിനകത്തൊന്ന് കണ്ടുപിടിക്കാൻ പാടാ. ഇതാണ് ആ സാരി കേട്ടോ. ഒന്നുമില്ല, ബോർഡർ ഇല്ലേന്ന് ചോദിച്ചാൽ ബോർഡർ ഇല്ലായ്മ. അയ്യോ, ബോർഡർ ഉണ്ട്, അല്ല മുന്താണി ഉണ്ട്. ഞാൻ ബോർഡർ ഇല്ലെന്ന് ബ്ലൗസ് ഇല്ല ഒന്നുമില്ലെന്നൊക്കെ പറയാൻ വരിക. എല്ലാ സംഭവവും ഉണ്ട്. ഇതാണ് ഇതിൻ്റെ മുന്താണി, കണ്ടോ? റെഡ്. ബ്ലൗസ് വരുമ്പോൾ പ്ലെയിൻ ബ്ലാക്ക്. അതൊരു ഭയങ്കര പരിപാടിയായിപ്പോയല്ലോ ഈ ബ്ലൗസ് കൊണ്ട് മുന്താണിയുടെ അറ്റത്ത് തയ്ച്ച. കാരണം എല്ലാവർക്കും ഇപ്പോൾ ഈ ബ്ലൗസ് വേണ്ടെന്നുണ്ടെങ്കിൽ അത് മുന്താണിയുടെ ഭാഗത്തല്ലെങ്കിൽ നമുക്ക് അത്രയും കൂടെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുമ്പോൾ നല്ല രസമായിരുന്നു. അത് അവർ ബ്ലൗസ് കൊണ്ട് മുന്താണിയുടെ അറ്റത്ത് പിടിപ്പിച്ചു കൊടുക്കും. ഇതാണ് സാരി, കണ്ടോ? മുന്താണി വന്നിട്ട് ഇങ്ങനെ, ബ്ലൗസ് വെറും ബ്ലാക്ക്. കഴിഞ്ഞില്ലേ പരിപാടി? ഭയങ്കര തിരക്കും ധൃതിയല്ല. എന്നാ പറയാനാ, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അയ്യോ, എന്നെ മെസ്സേജൊക്കെ അയക്കാത്തത്, ഒത്തിരി പേര് മെസ്സേജൊക്കെ അയക്കുന്നുണ്ട്. ഞാൻ റിപ്ലൈ ഒന്നും അയക്കാത്തത് കൊണ്ടാണോ, തിരക്കായതുകൊണ്ട് കേട്ടോ. അടുത്ത മാസം ഒരു പകുതിയോടുകൂടി ദൈവം നമുക്ക് ഈ ഓട്ടത്തിനെല്ലാം ഒരു പ്രതിഫലം ഭയങ്കരമായിട്ട് തരുമെന്ന് വിചാരിക്കുക. എല്ലാവരും പ്രാർത്ഥിക്കണേ. ഞാൻ ഡേറ്റൊക്കെ പറയാം കേട്ടോ. ഫോർമലി എല്ലാവരെയും ഇനാഗുറേഷൻ ക്ഷണിക്കും. എല്ലാവരും വരണം കേട്ടോ. വരാൻ പറ്റുന്നവരെല്ലാം വരണേ. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു.